നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയാലും ഒന്നും ഒരു കാര്യവുമില്ല. ഇറാന് തോൽക്കാനുള്ള മനസ്സില്ല. അമേരിക്ക ഇറാനെ കത്തിക്കാൻ നടക്കുകയാണ്. ഹൂതികളെയും ഹമാസിനെയും ചുട്ടരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ആണവ കരാർ നടപ്പിലാക്കി ഇറാന്റെ ആണവ സ്വപ്നങ്ങൾക്ക് കൂച്ചുവിലങ്ങിടാൻ നിരന്തരം ശ്രമം നടന്നുകൊണ്ടേയിരിക്കുന്നു. അമേരിക്കയ്ക്ക് വേണ്ടത് ഇറാന്റെ സമ്പൂർണ്ണ പരാജയമാണെങ്കിൽ തോൽക്കാൻ തയ്യാറാകാത്ത മനസ്സാണ് ഇറാന്റെ കൈവശമുള്ളത്. ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിച്ചപ്പോഴൊക്കെ തന്നെ ഇറാൻ ഉയർത്തെഴുന്നേറ്റതും ഇന്ന് അമേരിക്ക എന്ന വലിയ ശക്തിയെ നേരിടാൻ തക്ക കരുത്താർജിച്ചതുമൊക്കെ തന്നെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ്. വർഷങ്ങളായി അമേരിക്കയും അമേരിക്കയുടെ കിങ്കരന്മാരും കെട്ടിപ്പൂട്ടി വെക്കാൻ എത്രത്തോളം ശ്രമിച്ചിട്ടുണ്ടോ അതിനെയൊക്കെ തന്നെ തൃണവൽക്കരിച്ചുകൊണ്ട് അവർ മുന്നിലേക്ക് തന്നെ വന്നു. ഇറാന്റെ വളർച്ച അങ്ങനെയാണ് അമേരിക്കയെ ഞെട്ടിച്ചു കളഞ്ഞത്. രാഷ്ട്രീയപരമായ വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഊട്ടിയുറപ്പിക്കുന്നതിന് ഇറാൻ നൽകുന്ന പ്രാധാന്യം തന്നെയാണ് ഇറാനിയൻ ജനതയുടെ നിലനിൽപ്പിന്റെ കാരണം. ഭൂമി കനിഞ്ഞനുഗ്രഹിച്ച പ്രകൃതി വാതകങ്ങൾ കൈവശമുണ്ടെങ്കിലും അതിൽ നിന്നും സമ്പന്നനാകാൻ അമേരിക്കയുടെ അനുവാദം ഇറാന് ലഭിക്കാതായതോടെ കാര്യങ്ങൾ മറ്റൊരു വഴിയിലേക്ക് കടക്കുമെന്നാണ് പലരും കരുതിയത്. പക്ഷേ തോൽക്കാൻ മനസ്സില്ലെന്ന് അവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏപ്രിൽ 19 രാജ്യത്ത് ഉദ്ഘാടനം ചെയ്ത ഇറാനിലെ ആദ്യത്തെ മോണസൈറ്റ് ഉൽപാദന പ്ലാന്റ് വ്യവസായ ഖനി. വ്യാപാര മന്ത്രി മുഹമ്മദ് അദാബക്കാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. രാജ്യത്തെ അപൂർവ ഭൂമി വ്യവസായത്തിലെ ഒരു നാഴികക്കല്ലായിട്ടാണ് ഈ നീക്കം മാറിയിരിക്കുന്നത്. ഇറാനിലെ അബ്ബാസ് അബാദ് ഇൻഡസ്ട്രിയൽ ടൗണിലെ പൈലറ്റ് പ്ലാൻ വിദഗ്ധരാണ് തദ്ദേശീയമായി ഇത് രൂപകൽപ്പന ചെയ്തത്. ഉയർന്ന സാങ്കേതിക വ്യവസായങ്ങളിലേക്കുള്ള രാജ്യത്തിന്റെ പ്രവേശനം വേഗത്തിൽ തുടരാൻ സഹായിക്കുന്ന ഒരു മുന്നേറ്റമാണിതെന്നാണ് മുഹമ്മദ് അതാബക് അവകാശപ്പെടുന്നത്. 4 പതിറ്റാണ്ടുകളിലേറെയായി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ പ്രധാനമായും അമേരിക്ക ഏർപ്പെടുത്തിയ ഏകപക്ഷീയമായ നിരവധി ഉപരോധങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഈ ഉപരോധങ്ങൾ വിവിധ മേഖലകളെ, പ്രത്യേകിച്ച് ധനകാര്യം, എണ്ണ കയറ്റുമതി, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയെ ലക്ഷ്യം വെച്ച് തന്നെയാണ് അമേരിക്ക നടപ്പിലാക്കിയതും. ഇറാന്റെ രാഷ്ട്രീയ പ്രാദേശിക നയങ്ങളെ സ്വാധീനിക്കാൻ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് ഈ ഉപരോധങ്ങളുടെ ലക്ഷ്യം. എന്നാൽ അമേരിക്ക ഇറക്കിയ ഉപരോധങ്ങളെ ഒക്കെ തന്നെ അതിജീവിക്കാനും അവയെ നിഷ്പ്രഭമാക്കി റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ സഹായം സ്വീകരിച്ച് വളരാനും ഇറാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. അത് പ്രതിരോധ മേഖലയിൽ പോലും വലിയ നിക്ഷേപം നടത്താനും, എന്തിനേറെ പറയുന്നു, അമേരിക്കയുടെ കുത്തകയാണെന്ന് അമേരിക്ക അഹങ്കരിച്ച AI സാങ്കേതിക വിദ്യ ആയുധങ്ങളിൽ പോലും പ്രാവർത്തികമാക്കാനും ഇറാനെ പ്രാപ്തമാക്കിയത് ഈ ചങ്കൂറ്റം ഒന്നു മാത്രമാണ്. ആയുധങ്ങൾ മാത്രമുണ്ടാക്കി ആയുധ കച്ചവടം നടത്തി രാജ്യത്തെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന നയമായിരുന്നില്ല ഇറാന്റേത്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയ്ക്കും അതുപോലെ തന്നെ വ്യാവസായിക മേഖലയ്ക്കും പ്രത്യേക പരിഗണന നൽകാനും അവർ തയ്യാറായി. കാർഷിക വ്യാവസായിക മേഖലകളുടെ പുരോഗതിയിലൂടെ വൻതോതിൽ നിക്ഷേപം നടത്തിക്കൊണ്ടേയിരുന്നു. ഈ സംഭവ വികാസങ്ങൾ സാമ്പത്തിക ഒറ്റപ്പെടലിന്റെ ഏറ്റവും മോശമായ കാലഘട്ടത്തിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കുക മാത്രമല്ല, അതിന്റെ ദീർഘകാല സ്വാതന്ത്ര്യവും അതുപോലെ സ്വയം പര്യാപ്തതയും ശക്തിപ്പെടുത്തുകയും ചെയ്തു. എങ്ങനെയായിരുന്നു ഇറാന്റെ വളർച്ച എന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും ഗ്രാമീണ സമൂഹങ്ങളെ നിലനിർത്തുന്നതിലും തൊഴിൽ നൽകുന്നതിലും ഇറാൻ പ്രാധാന്യം നൽകുന്നതുകൊണ്ട് തന്നെ കൃഷിക്ക് വലിയ മുൻഗണനയാണ് രാജ്യം നൽകിയത്. പ്രത്യേകിച്ചും 2000ങ്ങളുടെ തുടക്കത്തിലും 2018 കാലഘട്ടത്തിലും US ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തിയതിനു ശേഷം ഇറാന്റെ ഭക്ഷ്യ കാർഷിക സാങ്കേതിക വിദ്യ ഇറക്കുമതി ചെയ്യാനുള്ള കഴിവിനെ ഉപരോധങ്ങൾ കർശനമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന് മറുപടിയായി കാർഷിക ഉൽപാദനവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി ഇറാൻ നിരവധി ദേശീയ പരിപാടികൾ ആരംഭിക്കുകയും കൃഷിയുടെ പ്രാധാന്യം എങ്ങനെയാണ് രാജ്യത്തിന് ഗുണം ചെയ്യുക എന്നത് മനസ്സിലാക്കി പൗരന്മാരോട് കൃഷിയിടത്തിലേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെടുകയുമാണ് ചെയ്തത്. ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്ന് രാജ്യത്തിന്റെ പ്രധാന ഭക്ഷണങ്ങളിലൊന്നായ ഗോതമ്പിന്റെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിൽ ഇറാൻ നേടിയ വിജയം തന്നെയാണ്. ജലസേചന സംവിധാനങ്ങളിലെ നിക്ഷേപങ്ങൾ, വിത്ത് മെച്ചപ്പെടുത്തുന്നതിലെ ഗവേഷണങ്ങൾ, ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന വളങ്ങളുടെയും കീടനാശിനികളുടെയും വിപുലമായ ഉപയോഗം എന്നിവയിലൂടെ ആഭ്യന്തര ആവശ്യം നിറവേറ്റാൻ ആവശ്യമായ ഗോതമ്പ് ഉൽപ്പാദനം ഉറപ്പാക്കാൻ ഇറാന് സാധിച്ചു. ചില വർഷങ്ങളിൽ മിച്ചം പോലും കയറ്റുമതി ചെയ്യപ്പെട്ടു. ഉയർന്ന മൂല്യമുള്ള വിളകളുടെ ഉൽപാദനത്തിലും ഇറാൻ ആഗോള നേതാവായി മാറിയിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ കഴിയുന്നത്. പിസ്ത, കുങ്കുമപ്പൂവ് ഉൽപാദനത്തിൽ ലോകത്ത് 1ാം സ്ഥാനത്ത് ഇറാൻ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കൂടാതെ ഈത്തപ്പഴം, ആപ്പിൾ, മാതള നാരങ്ങ എന്നിവയുടെ മുൻനിര കയറ്റുമതിക്കാരുമാണ് ഇന്ന് ഇറാൻ. ജല ഉപഭോഗം കുറയ്ക്കുന്നതിനുള്ള ഒരു മാർഗമായി സർക്കാർ ഹരിതഗൃഹ കൃഷിയെ പിന്തുണച്ചിട്ടുണ്ട്. ദീർഘകാല ജലക്ഷാമം അനുഭവിക്കുന്ന ഒരു രാജ്യത്ത് ഇത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. സമീപ വർഷങ്ങളിൽ 20,000
പതിനായിരം ഹെക്ടറിലധികം ആധുനിക ഹരിതഗൃഹങ്ങൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഇത് കർഷകരെ ഏറെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇറാൻ കാർഷിക ബയോടെക്നോളജിയിൽ പ്രത്യേകിച്ച് ജനിതക മാറ്റം വരുത്തിയ വിളകളുടെ ഗവേഷണത്തിലും വികസനത്തിലും ഗണ്യമായ പുരോഗതി കൈവരിച്ച രാജ്യമാണ്. അന്താരാഷ്ട്ര സഹകരണത്തിൽ വെല്ലുവിളികൾ നേരിടുമ്പോഴൊക്കെ ഇറാനിയൻ ശാസ്ത്രജ്ഞർ പ്രാദേശിക കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വരൾച്ചയെ പ്രതിരോധിക്കുന്നതിനും കീടങ്ങളെ പ്രതിരോധിക്കുന്നതുമായ വിളകൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ ആഭ്യന്തര നവീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടേയിരുന്നു. ഇനി പറയുന്നത് ഇറാന്റെ വ്യാവസായിക വികസന മേഖലയെക്കുറിച്ചാണ്. ഉപരോധങ്ങൾക്കിടയിലും ഇറാന്റെ വ്യാവസായിക മേഖല ഒരുപക്ഷെ വികസനത്തിന്റെ ഏറ്റവും നല്ല കാലത്തിലൂടെയാണ് കടന്നുപോയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നിരവധി അന്താരാഷ്ട്ര വിതരണക്കാരിൽ നിന്നും സാങ്കേതിക വിദ്യകളിൽ നിന്നും വേർപിരിഞ്ഞതിനാൽ രാജ്യം ആഭ്യന്തര കഴിവുകളെ ആശ്രയിക്കാൻ നിർബന്ധിതരാക്കപ്പെട്ടു. ഈ ആവശ്യകത പ്രാദേശിക ഉൽപാദനത്തിലും സാങ്കേതിക നവീകരണത്തിലും ഒരു നവോത്ഥാനത്തിനാണ് കാരണമായത്. ഇറാനിലെ ഏറ്റവും വലുതും പ്രമുഖവുമായ എണ്ണ ഇതര മേഖലകളിൽ ഒന്നാണ് ഓട്ടോമോട്ടീവ് വ്യവസായം. ഇറാൻ ഗോദ്രോ, സൈബ തുടങ്ങിയ കമ്പനികൾ ആഭ്യന്തര ഉൽപാദന ലൈനുകൾ വികസിപ്പിച്ചെടുത്തിട്ടുമുണ്ട്. പ്രതിവർഷം ദശലക്ഷക്കണക്കിന് വാഹനങ്ങൾ നിർമ്മിക്കുകയും ലക്ഷക്കണക്കിന് തൊഴിലാളികളെ ജോലിക്കെടുക്കുകയും ചെയ്യുന്ന കമ്പനികളാണ് ഇതൊക്കെ. വിദേശ ഓട്ടോ പാർട്സുകളെ ഇറക്കുമതി നിയന്ത്രിച്ച് ഉപരോധങ്ങൾ ആഭ്യന്തര വിതരണക്കാരെ ബദലുകൾ വികസിപ്പിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇത് കൂടുതൽ സ്ഥിരതയുള്ളതും സ്വതന്ത്രവുമായ വിതരണ ശൃംഖലയിലേക്കാണ് കാര്യങ്ങളെ നയിച്ചത്. ഊർജ, പെട്രോ കെമിക്കൽ വ്യവസായങ്ങളിലും ഇറാൻ ശ്രദ്ധേയമായ നേട്ടങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ കൈവരിക്കുന്നുണ്ട്. ആഗോള എണ്ണ വിപണിയിൽ നിന്ന് ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കിടയിലും രാജ്യം അതിന്റെ പെട്രോ കെമിക്കൽ ഉൽപാദനശേഷി വികസിപ്പിച്ചുകൊണ്ടേയിരുന്നു. അസംസ്കൃത എണ്ണ പോലെ കർശനമായി നിയന്ത്രിക്കപ്പെടാത്ത ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ ഇത് അനുവദിച്ചു. ഇറാനിയൻ എഞ്ചിനീയർമാർ ഗ്യാസ് ടു ലിക്വിഡ് അതായത് GTL പരിവർത്തനത്തിന്റെ സാങ്കേതിക വിദ്യയിൽ വൈദഗ്ധ്യം നേടിയവരാണ്. കൂടാതെ എണ്ണ, വാതക വേർതിരിച്ചെടുക്കലിനും സംസ്കരണത്തിനും ആവശ്യമായ മിക്ക ഉപകരണങ്ങളും ആഭ്യന്തരമായി നിർമ്മിച്ചെടുക്കാനും ഇറാന് സാധിച്ചു. ഉപരോധങ്ങൾക്കിടയിലും ഇറാന്റെ വ്യാവസായിക ശേഷികളെ പ്രതിരോധ ബഹിരാകാശ വ്യവസായങ്ങൾ കൂടുതൽ എടുത്തു കാണിക്കുന്നതാണ്. തദ്ദേശീയ അറിവും വിഭവങ്ങളും ഉപയോഗിച്ച് ഇറാനിയൻ ശാസ്ത്രജ്ഞർ ഉപഗ്രഹങ്ങൾ, ഡ്രോണുകൾ, മിസൈൽ സാങ്കേതിക വിദ്യ എന്നിവ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഇന്ന് അമേരിക്കയ്ക്കാണ് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്നതും. ഈ പുരോഗതി ഇറാന്റെ തന്ത്രപരമായ പ്രതിരോധത്തെ ശക്തിപ്പെടുത്തുകയും ഒറ്റപ്പെട്ട നിലയിൽ ഹൈടെക് സംവിധാനങ്ങൾ വികസിപ്പിക്കാനുള്ള രാജ്യത്തിന്റെ കഴിവ് തെളിയിക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. ഫാർമസ്യൂട്ടിക്കൽസ്, മെഡിക്കൽ ഉപകരണങ്ങളിലും ഇറാൻ സുപ്രധാനമായ മുന്നേറ്റം നടത്തിക്കഴിഞ്ഞു. COVID-19 പാൻഡമിക് സമയത്ത് രാജ്യം ഒന്നിലധികം വാക്സിനുകൾ വിജയകരമായി വികസിപ്പിക്കുകയും നിർണായക മെഡിക്കൽ സപ്ലൈസ് നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അസംസ്കൃത വസ്തുക്കളും സാങ്കേതിക വിദ്യയും ഇറക്കുമതി ചെയ്യുന്നതിൽ പരിമിതികൾ ഉണ്ടായിരുന്നിട്ടും അതിന്റെ ബയോടെക് മേഖലയുടെ ശക്തിയും സാധ്യതയും പ്രകടമാക്കിയതും ഈ കാലയളവിൽ തന്നെയാണ്. ഒരു രാജ്യത്തിന് സാമ്പത്തിക സമ്മർദ്ദത്തെ സ്വാശ്രയ വികസനത്തിനുള്ള അവസരമാക്കി മാറ്റാൻ കഴിയുമെന്നതിന്റെ വ്യക്തമായ തെളിവാണ് കൃഷിയിലും വ്യവസായത്തിലും ഇറാൻ കൊയ്ത നേട്ടങ്ങൾ. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നതിന് പകരം അമേരിക്കൻ ഉപരോധങ്ങൾ നവീകരണത്തിന്റെയും കാര്യക്ഷമതയുടെയും ദേശീയ അഭിമാനത്തിന്റെയും ഒരു സംസ്കാരത്തെ വളർത്തിയെടുക്കുകയാണ് ഇറാന്റെ മണ്ണിൽ ചെയ്തത്. വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ആഗോള വിപണികൾ, സാമ്പത്തിക സംവിധാനങ്ങൾ, ചില ഹൈടെക് ഉപകരണങ്ങൾ എന്നിവയിലേക്കുള്ള പ്രവേശനത്തിൽ ഒരുപാട് വെല്ലുവിളികൾ ഇറാന്റെ മുന്നിലുണ്ട്. ഇറാൻ കൂടുതൽ സ്വതന്ത്രമായ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് അടിത്തറ പാകുകയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. ഉപരോധങ്ങൾക്കുള്ള പ്രായോഗിക പ്രതികരണമായി മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രസ്താവനയായും ഈ നേട്ടങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ഇറാനിയൻ രാഷ്ട്രത്തിന് സ്വന്തം കാലിൽ നിൽക്കാനും സ്വന്തം ഗതി നിശ്ചയിക്കാനും സാധിക്കുമെന്ന് അമേരിക്കയോട് പറയുക കൂടിയാണ് ഇറാൻ ഈ നേട്ടങ്ങളിലൂടെ. ഇറാൻ സ്വീകരിച്ച പാത എളുപ്പമായിരിക്കില്ല, പക്ഷേ പരിണമിക്കുകയും പ്രചോദനം നൽകുകയും ചെയ്യുന്ന സമ്മർദ്ദത്തിന് കീഴിൽ അത് സവിശേഷ വികസന മാതൃക രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ടതാണ്. പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിൽ ഇറാനും റഷ്യയും സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തിയ രാജ്യങ്ങളാണ്. പ്രത്യേകിച്ച് വ്യാവസായിക, കാർഷിക മേഖലകളിൽ അന്താരാഷ്ട്ര ഒറ്റപ്പെടൽ ഉണ്ടായിരുന്നിട്ടും വികസനം നിലനിർത്താനും മെച്ചപ്പെടുത്താനും ഈ തന്ത്രപരമായ പങ്കാളിത്തം ഇറാനെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ഈ വളർച്ചയിൽ എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിന്റേത്. അമേരിക്ക നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ തന്നെ താങ്ങായും തണലായും നിൽക്കാൻ റഷ്യ ഇറാനൊപ്പം തന്നെയുണ്ടായിരുന്നു. എങ്ങനെയാണ് റഷ്യ ഇറാനെ സഹായിച്ചത് എന്നുകൂടി പറയാം. വ്യാവസായിക മേഖലയിൽ ഉൽപാദനത്തിനും ഊർജ്ജ ഉൽപാദനത്തിനും ആവശ്യമായ യന്ത്രങ്ങൾ, വ്യാവസായിക ഉപകരണങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ എന്നിവ റഷ്യ ഇറാന് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് റൊസാറ്റം, ബുഷൈൻ ആണവ നിലയം എന്നിവയിലൂടെ ഇറാന്റെ ആണവോർജ്ജ പദ്ധതിയിലെ റഷ്യൻ പങ്കാളിത്തം ഇറാന്റെ ശാസ്ത്രീയവും വ്യാവസായികവുമായ കഴിവുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനും ഊർജ്ജ സ്രോതസ്സുകൾ വേർതിരിച്ചെടുക്കുന്നതിനും റഷ്യൻ എണ്ണവാതക കമ്പനികൾ ഇറാനുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു. കാർഷിക മേഖലയിൽ റഷ്യ ഒരു സാങ്കേതിക
സാങ്കേതിക പങ്കാളിയായും ഒരു പ്രധാന കയറ്റുമതി വിപണിയായും പ്രവർത്തിക്കുന്നു. ആഭ്യന്തര ഭക്ഷ്യസുരക്ഷയെ പിന്തുണയ്ക്കുന്നതിനായി ഇറാൻ റഷ്യയിലേക്ക് പഴങ്ങൾ, പരിപ്പ്, പച്ചക്കറികൾ എന്നിവ കയറ്റുമതി ചെയ്യുന്ന രാജ്യം കൂടിയാണ്. അതേസമയം ആഭ്യന്തര ഭക്ഷ്യസുരക്ഷയെ പിന്തുണയ്ക്കുന്നതിനായി റഷ്യൻ ധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്നു. ഇറാന്റെ കാർഷിക കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കാർഷിക ഉപകരണങ്ങളും ജലസേചനത്തിനും യന്ത്രവൽക്കരണത്തിനും പങ്കിട്ട വൈദഗ്ധ്യവും റഷ്യ ഇറാന് നൽകിയിട്ടുണ്ട്. സംയുക്ത ഗവേഷണ പരിപാടികളും വിദ്യാഭ്യാസ വിനിമയങ്ങളുടെ സഹകരണത്തെ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നു. അറിവ് കൈമാറ്റവും ശേഷി വർദ്ധിപ്പിക്കലും സാധ്യമാക്കുകയും ചെയ്യുന്നു. മൊത്തത്തിൽ പാശ്ചാത്യ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും സ്വാശ്രയത്വം ശക്തിപ്പെടുത്തുന്നതിനും ബാഹ്യ സമ്മർദ്ദങ്ങൾക്കിടയിലും വികസന പാത തുടരുന്നതിനും ഇറാനെ സഹായിക്കുന്നതിൽ റഷ്യയുടെ പിന്തുണ വളരെ നിർണായകമാണ്. അപ്പോൾ ഇറാന്റെ ഈ വളർച്ചയെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് ഉടനെ തന്നെ കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയും വിശകലനവുമായി വീണ്ടും എത്താം. അപ്പോൾ ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.